ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തെ കുറിച്ചാണ്. എന്താണ് എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എന്തൊക്കെയായിരുന്നു കണ്ടത്? സെല്ലിന്റെ പ്രൊക്യാരിയോട്ടിക് യൂക്യാരിയോട്ടിക് സെല്ല്, അതിന്റെ സെൽ മെമ്പറൈന്, അത് കഴിഞ്ഞിട്ട് എന്താണ് സെൽ വോളിനെ കുറിച്ചൊക്കെ കണ്ടു. ഇത് നമ്മൾ കാണാൻ പോകുന്നത് എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തെ കുറിച്ചാണ്. എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സെല്ലിനുള്ളിൽ എന്തുണ്ട്? മെമ്പറൈനിയസ് ആയിട്ടുള്ള ചില ഓർഗനൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ട്? സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫങ്ഷനും ഉണ്ട് അല്ലെ. മെമ്പറൈനിയസ് ആയിട്ടുള്ള കുറെ ഓർഗനൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനെന്താണ് പ്രത്യേകത്തിലുള്ള എന്താണ് സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെയാണ് അതിനുള്ളത്. ഇതിൽ വരുന്നത് നമ്മുടെ എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോംസ്, വാക്യൂൾസ്, ഇവരെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? നമ്മുടെ എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇനി ഇതിൽ നമ്മുടെ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ പെറോക്സിസോം ഒന്നും എന്താണ് നമ്മുടെ എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിന്റെ പാർട്ടല്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് പറഞ്ഞത്. എൻഡോ മെമ്പറൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മെമ്പറൈനിയസ് ഓർഗനൽസ് നമ്മുടെ സെല്ലിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു. അവയ്ക്കെല്ലാം എന്താണ് പ്രത്യേക തരത്തിലുള്ള സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ ഉണ്ട്. ഇവയുടെ പ്രവർത്തനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന രൂപത്തിൽ വരുവാണെങ്കിൽ അതിനകത്ത് വരുന്നവയാണ് ആരൊക്കെ? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോംസ്, വാക്യൂൾസ് എന്നിവ. പക്ഷെ നമ്മുടെ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ഇവരൊന്നും ആരുടെ പാർട്ടല്ലെന്നാ പറഞ്ഞത്? എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റത്തിന്റെ പാർട്ടല്ല. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ചാണ്. ഫസ്റ്റ് എൻഡോ മെമ്പറൈനിയസ് സിസ്റ്റമായ എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ ER എന്ന് പറയാം സിമ്പിളായിട്ട്. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്? നമ്മുടെ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെറ്റിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. ഇതെന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ചിതറി കിടക്കുന്നതാണ്. നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെറ്റിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. എന്താണ്? ഒരു ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് രൂപത്തിൽ കാണപ്പെടുന്നതാണ്. സൈറ്റോപ്ലാസത്തിൽ എന്താണ് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ചിതറി കിടക്കുന്നതായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഇൻട്രാ സെല്ലുലാർ സ്പേസിനെ 2 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചു. എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസിനെ 2 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചു. ഒന്നെന്താണ്? ലുമിനൽ, പിന്നെ എക്സ്ട്രാ ലുമിനൽ. ഏതൊക്കെയാണ്? ലുമിനൽ കമ്പാർട്ട്മെന്റും എക്സ്ട്രാ ലുമിനൽ കമ്പാർട്ട്മെന്റും. ഈ ലുമിനൽ കമ്പാർട്ട്മെന്റ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് ആണ്. ഇനി എക്സ്ട്രാ ലുമിനലോ? അത് സൈറ്റോപ്ലാസത്തിൽ വരുന്ന ഭാഗമാണ്. ഏതാണ്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഇൻട്രാ സെല്ലുലാർ സ്പേസിന് 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നിനെ നമ്മൾ ലുമിനൽ കമ്പാർട്ട്മെന്റ് എന്നും, അതെന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മറ്റേത് എങ്ങനെയാണ്? നമ്മുടെ സൈറ്റോപ്ലാസവുമായിട്ട് ചേർന്നിരിക്കുന്നതാണ്, എക്സ്ട്രാ ലുമിനൽ കമ്പാർട്ട്മെന്റ്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എന്താണ്? നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്ത് ആരെ കാണും? റൈബോസോമിനെ കാണാം നമുക്ക്. സോറി, എറേസർ ആയിരുന്നു ടീച്ചർ എടുത്ത് വെച്ചത്. എന്തിനെ കാണാം? റൈബോസോമിനെ കാണാം. എന്തിനെ കാണുന്നെന്നാ പറഞ്ഞത്? നമ്മുടെ റൈബോസോമിനെ കാണാം, റൈബോസോംസിനെ കാണാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അതിന്റെ ഔട്ടർ സർഫസിൽ അറ്റാച്ച് ചെയ്ത് ആരെ കാണാം? റൈബോസോമിനെ കാണാം. റൈബോസോം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എന്തെന്നാ പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. മനസ്സിലായോ? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എങ്ങനെയുള്ളതാന്ന് പറഞ്ഞത്? നെറ്റ്വർക്ക് അല്ലെങ്കിൽ എന്താന്നാ പറഞ്ഞത്? റെറ്റിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. അവരെന്ത് ചെയ്തിരിക്കുക? സ്കാറ്റർ ചെയ്തിരിക്കുക നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ. അപ്പൊ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്ത് റൈബോസോംസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു. ഇനി റൈബോസോം ഇല്ല, റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടില്ല, അത്തരത്തിലുള്ളവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നു, അല്ലെങ്കിൽ SCR,
ഷോർട്ട് ഫോം ആണ് SCR. നിങ്ങൾ SCRഉം RER ഒക്കെ ഓർത്തിരുന്നു, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത്. R എന്ന് പറയുമ്പോൾ എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. S എന്ന് പറയുമ്പോൾ എന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മനസ്സിലായല്ലോ? എന്തിന്റെ ബേസിലാണ് ഇവയെ തിരിച്ചത്? റൈബോസോം പറ്റി പിടിച്ചിരിപ്പുണ്ടോ, കൂട്ടുകൂടി ഇരിപ്പുണ്ടോ എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും തിരിച്ചത്. ഇനി എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ എന്തിൽ ഇൻവോൾവ് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസിലും സെക്രീഷനിലും എന്താണ്? ആക്റ്റീവ്ലി അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആര്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്? പറ. എന്താണ്? റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രോട്ടീൻ സിന്തസിസിലും സെക്രീഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസും സെക്രീഷനുമാണ്. ഇനി അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസിലും സെക്രീഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മുടെ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്ത് എങ്ങനെയായിട്ടാണ്? എക്സ്റ്റെൻസീവ് ആയിട്ട്, അത് നീണ്ട രൂപത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുവാണ്. ഔട്ടർ മെമ്പറൈനിലായിട്ട് എങ്ങനെ കിടക്കുവാണ്? നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നീളത്തിൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ, ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിപ്പിഡിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാണമാണ് അല്ലെ, അതിന്റെ നിർമ്മാണത്തിന് സാധ്യമാക്കുന്ന എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്, പ്രോട്ടീൻ നിർമ്മാണമാണ് അവർ നടത്തുന്നത്. ഇനി ഇവരാണെങ്കിലോ ലിപ്പിഡിന്റെ സിന്തസിസ് ആണ് ഇവിടെ സാധ്യമാക്കുന്നത്. ഇനി SCR, അതായത് നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആനിമൽ സെല്ലില് എന്താണ്? ഒരു ലിപ്പിഡ് ലൈക്ക് ആയിട്ടുള്ള ചില സ്റ്റിറോയിഡൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അല്ല, അവയുടെ റിലീസിങ്ങിന് അവർ സഹായിക്കുന്നുണ്ട്. ആര്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തിനു സഹായിക്കുന്നതെന്നാണ് പറഞ്ഞത്? സ്റ്റിറോയിഡൽ ഹോർമോൺസിന്റെ റിലീസിങ്ങിന് സഹായിക്കുന്നുണ്ട് ചില ആനിമൽ സെല്ലിൽ. ചില നല്ല ആനിമൽ സെല്ലില് നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? ലിപ്പിഡ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റിറോയിഡൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പ്രോട്ടീൻ സിന്തസിസ് ആരുടെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ആണ്. ഇനി ഇതാണെങ്കിലോ, ലിപ്പിഡിന്റെ ആണെങ്കിലോ, ലിപ്പിഡ് സിന്തസിസ് ആരാണ്? അത് തന്നെ നമ്മുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ടീച്ചർ ഒരു ചിത്രം കാണിക്കാം. ഇതാണ് എന്ത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ചിത്രം. നിങ്ങൾ നോക്കിക്കേ, ഈ ചിത്രം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചേ. ഇനി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കിക്കേ. ഉണ്ടോ? ഉണ്ട്. എന്താണ്? നമ്മുടെ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതെങ്ങനെയാണ്? എക്സ്റ്റെൻസീവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി എന്ത് പറഞ്ഞു? നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് നോക്കി അറ്റാച്ച് ചെയ്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? റൈബോസോം. റൈബോസോം ആണ് ഈ കുത്തു പോലെ, കണ്ടോ? ഈ കുഞ്ഞു കുഞ്ഞു കുത്തു പോലെ കാണുന്നില്ലേ? അതാണ് നമ്മുടെ റൈബോസോം. അപ്പം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്ത് ആരുണ്ട്? റൈബോസോം ഉണ്ട്. അങ്ങനെ റൈബോസോം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ, RER അല്ലെ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ ഏതാണ്? ഇതാണ്. കണ്ടോ? കുഞ്ഞു കുഞ്ഞു കുത്തുപോലെ കണ്ടോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില്? അതാണ് റൈബോസോംസ്. കുഞ്ഞു കുത്തു പോലെ നിങ്ങൾക്ക് കാണാം. അതാണ് എന്ത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കണ്ടോ? ഇതാണ് എന്ത്? ഇതിനെന്തുണ്ട്? എന്തില്ല? റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതിന് നമ്മൾ എന്തെന്നാ പറഞ്ഞത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് പറഞ്ഞത്. എന്താന്നാ പറഞ്ഞത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മനസ്സിലായോ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവിടെ എന്തില്ല? റൈബോസോം ഇല്ല. മനസ്സിലായോ? റൈബോസോം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താന്നാ പറഞ്ഞത്? ടൈനി എന്താ? റെറ്റിക്കുലം അല്ലെ, നെറ്റ്വർക്ക് ഓർ അല്ലെങ്കിൽ എന്താന്നാ പറഞ്ഞത്? റെറ്റിക്കുലം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ടൈനി ട്യൂബുലർ സ്ട്രക്ചേഴ്സ് അല്ലെ. ഇവർ എന്ത് ചെയ്തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്താണ് ഇത് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്താണ് ഇത് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ?
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച്. ഇനി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? എന്തിന്റെ സിന്തസിസ് ആണ് സാധ്യമാക്കുന്നത്? അത് തന്നെ, പ്രോട്ടീന്റെ സിന്തസിസിനെ സാധ്യമാക്കുന്നു. സ്മൂത്ത് ആണെങ്കിലോ പറഞ്ഞോ, വേഗം പറഞ്ഞു. ലിപ്പിഡിനെയാണ് അല്ലെ, ലിപ്പിഡിന്റെ സിന്തസിസിനെയാണ് എന്ത് ചെയ്യുന്നത്? സാധ്യമാക്കുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇപ്പം ക്ലിയർ ആയാലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് എന്താണ്? നമ്മുടെ ഒരു എൻഡോ മെമ്പറേനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ആളാണ് ഇത്, നമ്മുടെ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത നമ്മുടെ പുതിയ സെക്കൻഡ് ആയിട്ട് വരുന്ന മെമ്പറേനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്ന രണ്ടാമത്തെ ആളാണ് ഏത്? നമ്മുടെ ഗോൾജി കോംപ്ലക്സ്. ഇനി ഗോൾജി കോംപ്ലക്സിനെ കുറിച്ച് അവയുടെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. ഓക്കെ, എന്താണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗോൾജി അപ്പാരറ്റസിനെ കുറിച്ചാണ്. ഏതാണ് നമ്മുടെ ഗോൾജി കോംപ്ലക്സ്, അല്ലെ ഗോൾജി അപ്പാരറ്റസ്, ഗോൾജി ബോഡീസ്, അല്ലെങ്കിൽ ഗോൾജി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഗോൾജി കോംപ്ലക്സ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഗോൾജി കോംപ്ലക്സ് അല്ലെ ഗോൾജി അപ്പാരറ്റസ് എന്നൊക്കെ പറയും. കമീലോ ഗോൾഗി എന്ന് പറഞ്ഞ ഒരാളാണ് എന്ത് ചെയ്തത്? ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. ആരാണ്? 1998 ആരാണ്? കമീലോ ഗോൾഗിയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം അതിനെ ആ സമയത്ത് കണ്ടു കഴിഞ്ഞ ശേഷം അതിനെന്ത് പേര് വന്നു? ഗോൾഗി ബോഡീസ് എന്ന ഒരു പേര് വന്നു. ഇനി ഇതും എന്താണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു പാർട്സ് ആണ്. എന്താണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റേർനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള പരന്ന ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റേർനെ അല്ലെ സാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലസഞ്ചി എന്നൊക്കെ പറയാം. അതുപോലെയാണ് ഏത് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഗോൾജി അപ്പാരറ്റസ് കാണപ്പെടുന്നത്. എങ്ങനെയാന്നാ പറഞ്ഞത്? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്, പരന്നതായിട്ട്. എന്നിട്ട് എങ്ങനെയാണ്? ഡിസ്ക് ഷേപ്ഡ് സാക്സ് അല്ലെങ്കിൽ സിസ്റ്റേർന പോലെയാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഗോൾജി അപ്പാരറ്റസ് കാണപ്പെടുന്നത്. ഇനി ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റാക്ക്ഡ് പാരലൽ ടു ഈച്ച് അതർ. ഇതെങ്ങനെ പരസ്പരം എങ്ങനെയാണ് പറ്റിപ്പിടിച്ച് സമാന്തരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇനി ഈ സിസ്റ്റേർന ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, സ്ഥലസഞ്ചികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രസൻസ് എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും ഓരോ ഗോൾജി അപ്പാരറ്റസിലും. എങ്ങനെയാണ്? ഓരോ ഗോൾജി അപ്പാരറ്റസിലും ഇതിന്റെ ആ ഒരു പ്രസന്റ് എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് സിസ്റ്റേർനയുടെ ആ ഒരു പ്രസൻസ് എങ്ങനെയായിരിക്കും? വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പൊ ആരാണ് കണ്ടെത്തിയത്? കമീലോ ഗോൾഗി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടെത്തിയത്. അതിനുശേഷം അദ്ദേഹം കണ്ടെത്തിയതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ഗോൾജി കോംപ്ലക്സ് അല്ലെ ഗോൾജി അപ്പാരറ്റസ് എന്നൊരു പേര് വന്നത്. നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പോലെ തന്നെ ഇതും ആരോട് കൂട്ടുകൂടിയിരിക്കുകയാണ്? നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്നതാണ്. പിന്നെ എന്ത് പറഞ്ഞു? ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റേർനയാന്ന് പറഞ്ഞു. എന്താണ്? ഒരു സ്ഥല സഞ്ചി പോലെയാണെന്ന് നമ്മളിത് പറഞ്ഞു. ഇനി അടുത്തത് നോക്കി, ടീച്ചർ ചിത്രം കാണിക്കാമോ നിങ്ങളെ? നോക്കി, ഇതാണ് നമ്മുടെ ഗോൾജി അപ്പാരറ്റസ്. നോക്കി, ഇത് നമ്മുടെ ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്ന ഒരു സെൽ ഓർഗനലാണിത്. പിന്നെ എന്തുണ്ടെന്നാ പറഞ്ഞത്? സിസ്റ്റേർന. കണ്ടോ? ഇങ്ങനെ സിസ്റ്റേർന ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഇത്രയാണ് പറഞ്ഞത് അല്ലേ? ചിത്രം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഗോൾജിയിലെ സിസ്റ്റേർനയെ അറേഞ്ച് ചെയ്ത് പറഞ്ഞു ന്യൂക്ലിയസിനോട് അടുത്താണ് ഇത് കാണപ്പെടുന്നത്. ഇതിനൊരു കൃത്യമായ ഒരു കോൺസെൻട്രിക്കൽ ഫോമിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസിൽ ഇതെന്തുണ്ട്? സിസും ഉണ്ട്, എന്തുകൊണ്ട്? ട്രാൻസും ഉണ്ട്. ഏതാണ്? നമ്മുടെ ഗോൾജി സിസ്റ്റേർനയെ ന്യൂക്ലിയസിന്റെ അടുത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു കോൺസെൻട്രേഷൻ്റെ അല്ലെ കോൺസെൻട്രിക്കലി ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിൽ ഇതിൻ്റെ സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. സിസ് ഫേസ് എന്ന് പറയുന്നത് ഫോമിംഗ് ഫേസ് ആണ്. ട്രാൻസ് എന്ന് പറയുന്നത് മെച്യൂറിംഗ് ഫേസ് ആണ്. എന്താണ്? സിസ് എന്ന് പറയുന്നത് ഒരു ഫോമിംഗ് ഫേസ് ആണ്. ട്രാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെച്യൂറിംഗ് ഫേസ് ആണ്. ഇനി നമ്മുടെ ഈ ഗോൾജി അപ്പാരറ്റസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാക്കേജിങ് മെറ്റീരിയൽസ്. എന്താണ്? മെറ്റീരിയൽസിനെയൊക്കെ പാക്ക് ചെയ്യുക, അതല്ലേ? പാക്കേജിങ് എന്ത് ചെയ്യുക? അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷന്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? ഈ പാക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം? സെല്ലിന് ആവശ്യമുള്ളപ്പോൾ അതിനെ ഡെലിവർ ചെയ്യണം, അല്ലെ? ഇത് ഡെലിവർ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടൊക്കെയാണ്? സെല്ലിന്റെ ഇൻട്രസെല്ലുലാർ സ്പേസിലേക്കും ഔട്ട്സൈഡിലേക്കും. എങ്ങോട്ടൊക്കെയാണ്? ഉള്ളിലേക്കും പുറത്തേക്കും
അത്രയൊന്നും ഓർത്താൽ മതി അല്ലെ. എങ്ങോട്ടാണ്? സെല്ലിന്റെ അകത്തേക്കും പുറത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞു എന്താണ്? മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഈ പാക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി ചെയ്യണം അല്ലെ. എങ്ങോട്ടാണ് നമ്മുടെ അപ്പാരറ്റസിന് ആവശ്യമായി വരുമ്പോൾ അതെന്ത് ചെയ്യണം? ഡെലിവറി ചെയ്യണം. അപ്പോൾ എങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ ആയിട്ടും ഔട്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഈ മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുന്നത്? അത് നമ്മൾ പറഞ്ഞു ഗോൾജി അപ്പാരറ്റസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കിംഗ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിനെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് വെച്ചാൽ വെസിക്കിൾസിന്റെ ഫോമിലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. എങ്ങനെയായിട്ടാണ്? വെസിക്കിൾസ്, ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ് ആയിട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടല്ലോ, അവര് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യിപ്പിക്കുന്നത്? വെസിക്കിൾസ് ഫോം ചെയ്യിപ്പിക്കുന്നത്. ഇത്രയാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഗോൾജി അപ്പാരറ്റസ് പാക്കിംഗ് ആണ് പരിപാടി. മെറ്റീരിയൽസ് ഉണ്ട്, എന്തൊക്കെയോ മെറ്റീരിയൽസ് ഉണ്ട്. എന്ത് ചെയ്യുന്നു? അവരിരുന്ന് പാക്ക് ചെയ്യുക. പാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ എന്താണ്? ഇൻട്രസെല്ലുലാറായിട്ടും ഔട്ട് സൈഡുമായിട്ട് പാക്ക് ചെയ്യുന്ന മെറ്റീരിയലിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർ ഈ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെസിക്കിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാക്ക് ചെയ്യുന്നത്. ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ് ആയിട്ടാണ്. ഇനി ഈ വെസിക്കിൾസിനെ എങ്ങനെയാണ് ഫോം ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടല്ലോ, അവരാരുമായിട്ട് ഫ്യൂസ് ചെയ്യും? നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ രണ്ട് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സിസ് ഫേസും ഉണ്ട്, ട്രാൻസ് ഫേസും ഉണ്ട്. സിസ് ഫേസ് എന്താണെന്ന് പറഞ്ഞേ? ഫോമിംഗ് ഫേസ് ആണെന്ന് പറഞ്ഞു. അപ്പം സിസിന്റെ എന്താണ്? ഫോമിംഗ് ഫേസുമായിട്ട് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? വെസിക്കിൾസ് ഫോം ചെയ്യുന്നത്. ഈ ഫോം ചെയ്ത വെസിക്കിൾസ് ഇനി എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ട്രാൻസ് ഫേസിലേക്ക്, മെച്ചുറിങ് ഫേസ് ആയ ട്രാൻസ് ഫേസിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും എന്ത്? ഗോൾജി കോംപ്ലക്സിന് ആരുമായിട്ട് കൂട്ടിയിട്ടുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ട് എന്തുണ്ട്? ഒരു അസോസിയേഷൻ ഉണ്ട് അല്ലെ, ഒരു കൂട്ടുകെട്ടുണ്ട്. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യിപ്പിച്ചത്? വെസിക്കിൾസ് ഫോം ചെയ്യിപ്പിച്ചത്. മനസ്സിലായോ? നമ്മുടെ മെറ്റീരിയൽസ് പാക്ക് ചെയ്യുന്നു, വെസിക്കിൾസ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ആ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി കോംപ്ലക്സിന്റെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് വെസിക്കിൾസ് ഫോം ചെയ്യുന്നത്. അത് പിന്നീട് എങ്ങോട്ട് പോകുന്നു? ട്രാൻസ് ഫേസിലേക്ക് അല്ലെങ്കിൽ മെച്ചുറിങ് ഫേസിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന് ആർക്കുമായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിട്ടൊരു അസോസിയേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമ്മൾ പറഞ്ഞു റൈബോസോം അറ്റാച്ച് ചെയ്യുന്നതിന്റെ ബേസിസിൽ രണ്ടെണ്ണം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോംസ് എന്ത് സിന്തസൈസ് ചെയ്യും? അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, പ്രോട്ടീനെ നിർമ്മിക്കുന്നുണ്ട് അല്ലെ, പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്താണ്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോംസ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? പ്രോട്ടീനെ നിർമ്മിക്കുന്നുണ്ട് അല്ലെ, പ്രോട്ടീനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ സിസ്റ്റേർണയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയാം? ഇനി അതുകൊണ്ട് നമുക്ക് ഗോൾജി അപ്പാരറ്റസിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെ ഫോർമേഷന്റെ മെയിൻ ആയിട്ടുള്ള സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗോൾജി അപ്പാരറ്റസ്. അപ്പോൾ ഗോൾജി അപ്പാരറ്റസ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഏതിൻ്റെയാണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. മനസ്സിലായോ? അതായത് ഇത്രേ ഉള്ളൂ സംഭവം, സിമ്പിൾ ആണ്. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോംസ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറയുന്നതാ. റൈബോസോമിന്റെ എന്താണ് ധർമ്മം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ അവർ എന്ത് ചെയ്തു? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യുവാണ്? മോഡിഫൈ ചെയ്യണം. എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണം. ചെറുതായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മേക്കപ്പ് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അവരെങ്ങോട്ട് വിടുന്നു? ഗോൾജി അപ്പാരറ്റസിന്റെ സിസ്റ്റേർണയിലേക്ക് വിടുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രോട്ടീനെ മോഡിഫൈ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കോ പ്രോട്ടീൻസിന്റെ ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഗോൾജി അപ്പാരറ്റസിനെ കുറിച്ച് കണ്ടത്? എന്തൊക്കെയാണ് കണ്ടത്? ആരാണ് കണ്ടെത്തിയത്?
കമീലിയോ ഗോൾഗി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു. ന്യൂക്ലിയസിനോട് ചേർന്നാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഫ്ലാറ്റ് ആണ്, അതുപോലെ തന്നെ ഡിസ്ക് ഷേപ്പ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഒരു സിസ്റ്റേർന പോലെയാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? സിസ് ആൻഡ് ട്രാൻസ് ഫേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞ് എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇനി പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്? ഇൻട്രാസെല്ലുലാർ ആയിട്ടും ഔട്ട്സൈഡ് ആയിട്ടും അവര് ഡെലിവറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുന്ന ഏത് ഫോമിലായിട്ടാണെന്ന് പറഞ്ഞത്? വെസിക്കിൾസിന്റെ ഫോമിലായിട്ടാണ് ഇതിനെ പാക്ക് ചെയ്യുന്നത്. അത് വെസിക്കിൾസ് ആകാൻ വേണ്ടി ആരുമായിട്ട് കൂട്ടുകൂടുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലോ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗോൾജി അപ്പാരറ്റസിന്റെ സിസ് അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ സിസ് ഫേസും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് വെസിക്കിൾസ് ഫോം ചെയ്യുന്നത്. അവിടുന്ന് അവർ എങ്ങോട്ട് പോകുന്നു? ട്രാൻസ് ഫേസിലേക്ക് പോകുന്നു. പിന്നെ എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോംസ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നു. ആ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുന്നത് നമ്മുടെ ഗോൾജി അപ്പാരറ്റസിലെ സിസ്റ്റേർനെയാണ്. ഇനി അതുപോലെ തന്നെ ഗ്ലൈക്കോ ലിപ്പിഡ്സിന്റെ ഫോർമേഷന് സഹായിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ ഗോൾജി അപ്പാരറ്റസ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഗോൾജി അപ്പാരറ്റസിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന നമ്മുടെ എൻഡോമെംബ്രേനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ആരൊക്കെ? ലൈസോസോംസും വാക്യൂൾസും. ഏതൊക്കെയാണ്? ലൈസോസോംസും വാക്യൂൾസും. നമ്മൾ ഏതൊക്കെ മെംബ്രേനിയസ് സിസ്റ്റം കണ്ടെന്ന് ഓർത്ത് നോക്കിക്കേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടു, ഗോൾജി അപ്പാരറ്റസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആരൊക്കെയാണ്? ലൈസോസോമും ഉണ്ട്, വാക്യൂൾസും ഉണ്ട്. ആദ്യം നമുക്ക് ലൈസോസോമിനെ കുറിച്ച് നോക്കാം. ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു വെസിക്കുലാർ സ്ട്രക്ചർ ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞവയെല്ലാം തന്നെ എന്ത് തന്നെയാണ്? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ആണ് അല്ലെ. ഏതൊക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ് ഒക്കെ എങ്ങനെയുള്ളതാന്ന് പറഞ്ഞേ? ഒരു സരാവരണം ഉള്ള കുറെ ഓർഗനൽസ് ആണ്. അപ്പൊ ഈ ലൈസോസോംസും എന്ത് തന്നെയാണ്? ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വെസിക്കുലാർ സ്ട്രക്ചർ ആണ്. ഇതെങ്ങനെ ഫോം ചെയ്തെന്ന് പറഞ്ഞാല്, നമ്മൾ ഗോൾജി അപ്പാരറ്റസിന്റെ കാര്യം പറഞ്ഞപ്പം അവരുടെ മെയിൻ ആയിട്ടുള്ള പണി എന്തായിരുന്നാ പറഞ്ഞത്? പാക്കിംഗ് ആയിരുന്നു അല്ലേ. അപ്പൊ ഈ പാക്കേജിങ് വഴി ഫോം ചെയ്യുന്നതാണ് എന്ത്? ഈ ലൈസോസോംസ്. എങ്ങനെയാണ്? ഗോൾജി അപ്പാരറ്റസ് പാക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഈ ലൈസോസോംസും. എങ്ങനെയാണ്? ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിങ് ഇൻ ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസിൽ ഉണ്ടാകുന്ന അല്ലെ, ഗോൾജി അപ്പാരറ്റസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കിംഗ് തന്നെയാണ് അല്ലെ. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ലൈസോസോംസ് എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനിലും ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലൈസോസോമിനകത്ത് എന്തുണ്ട്? ലൈസോസോമൽ വെസിക്കിൾസ് ഉണ്ട്. അതിനകത്ത് വേറെ ഒരു കുറച്ച് പാർട്സ് ഉണ്ട്. അതാണ് ലൈസോസോമൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ലൈസോസോമൽ വെസിക്കിൾസിനകത്ത് എന്തുണ്ട്? ഹൈഡ്രോലിറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. എങ്ങനെയുള്ളതാണ്? ഹൈഡ്രോലിറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ധാരാളമുള്ള ഒരു പാർട്സ് ആണ് ഏത്? നമ്മുടെ ഈ ലൈസോസോമൽ വെസിക്കിൾസ്. ഉദാഹരണമായിട്ട് ഹൈഡ്രോലിറ്റിക് എൻസൈം എന്ന് പറയുന്നത് ലിപ്പേസ്, പ്രോട്ടിയേസസ് ഒക്കെ എന്താണ്? അതൊക്കെ ഹൈഡ്രോലിറ്റിക് ആയിട്ടുള്ള എൻസൈം ആണ്. ഇവർ എവിടെയുണ്ടെന്നാ പറഞ്ഞേ? ലൈസോസോമൽ വെസിക്കിളിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ ഹൈഡ്രോലിറ്റിക് എൻസൈം എല്ലാം എന്താണ്? അസിഡിക് pH, അതായത് അസിഡിക് pH ആയിട്ടുള്ള കണ്ടീഷനിൽ ഇതെന്താണ്? ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് പറഞ്ഞത്? ലൈസോസോമിനെ കുറിച്ചാണ് പറഞ്ഞേ. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു വെസിക്കിൾസ് ആണ്. എന്താണ്? ഗോൾജി അപ്പാരറ്റസിന്റെ ഫംഗ്ഷനായ പാക്കേജിങ് അല്ലെ, പാക്കിംഗ് മൂലം ഫോം ചെയ്തതാണ് എന്ത്? ഈ ലൈസോസോം എന്ന് പറയുന്നത്. ഈ ലൈസോസോമിന്റെ അകത്ത് ലൈസോസോമൽ വെസിക്കിൾസ് ഉണ്ട്. അവർക്ക് എന്തെല്ലാം ഉണ്ട്? കുറച്ചല്ല, റിച്ച് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? ധാരാളമായിട്ട് എന്തുണ്ട്? ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്? ലിപ്പേസസും പ്രോട്ടീസസും ഒക്കെ. ഇത്തരത്തിലുള്ള ഈ ഹൈഡ്രോലിറ്റിക് എൻസൈം എല്ലാം എപ്പോഴും ആക്റ്റീവ് ആണെന്നാ പറഞ്ഞേ? അസിഡിക് pH ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോലും ഇവരെന്താന്നാ പറഞ്ഞേ? ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ലൈസോസോം എന്ത് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതിനൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്. ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഘടകങ്ങളാണ്. ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ ഈ ലൈസോസോമാണ്. മനസ്സിലായോ? ലൈസോസോമാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? വാക്യൂൾസ് ആണ്.
ഏതാണ് വാക്യൂൾസ്. ഇതും എന്താണ് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, അല്ലെ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. ഏതെന്ന് പറയുന്നത് വാക്യൂൾസ് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് നമ്മുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസം എന്താണെന്ന് പറഞ്ഞത്? വേഗം പറഞ്ഞു. എന്താണ്? നമ്മുടെ സെല്ലിന്റെ ഫ്ലൂയിഡ് മെട്രിക്സ് ആണ്, അല്ലെ? ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിനുള്ളിൽ കാണുന്ന ഫ്ലൂയിഡ് പാർട്ടാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ആര് കാണുന്നത്? നമ്മുടെ വാക്യൂൾസ് കാണപ്പെടുന്നത്. ഇത് എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞേ? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നത്. ഇതിനുള്ളില് എന്തുണ്ട്? വാട്ടർ ഉണ്ട്, സാപ്പ് ഉണ്ട്, ദെൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സെല്ലിന് ഉപകാരമില്ലാത്ത സാധനങ്ങളാണ്. ഏത് വാട്ടറും സാപ്പും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റും ഒക്കെ ഈ വാക്യൂൾസിനുള്ളിലുണ്ട്. പക്ഷെ ഇതൊന്നും എന്തിനും ആവശ്യമില്ല, നമ്മുടെ സെല്ലിന് ഉപകാരമില്ലാത്ത സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ ഈ വാക്യൂൾസിനകത്ത് ഉള്ളത്. ഇനി വാക്യൂൾസിൽ കാണപ്പെടുന്ന ഒരു കവറിങ്, അല്ല ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. വാക്യൂൾ ഈസ് ബൗണ്ട് എ സിംഗിൾ മെംബ്രെയിൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് സെല്ലിൽ 90% നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വാക്യൂളിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടോണോപ്ലാസ്റ്റ് ആണ് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സെല്ലിനുള്ളിലുള്ള അയൺസിൻ്റെ അതുപോലെ തന്നെയുള്ള മറ്റ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ട്, അല്ലെ മൂവ്മെന്റ് സാധ്യമാക്കുന്നത് ആരാണ്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത്? 90% എന്ത് തന്നെയാണ്? വാക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വാക്യൂളിനെ കാണുന്ന ഒരു കവറിങ് ആണ്, അല്ലെ ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടോണോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? അത് തന്നെ നമ്മുടെ അയൺസിൻ്റെ, അല്ലെ അതുപോലെയുള്ള മറ്റ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ട് സാധ്യമാക്കുന്നത് ഈ ടോണോപ്ലാസ്റ്റ് ആണ്. ഇനി അമീബ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ ഒരു പ്രൊക്യാരിയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അപ്പം ഈ അമീബയിലുള്ള ഒരു വാക്യൂൾ ആണ് ഏത്? കൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ന് പറയുന്നത്. ഇത് എന്തിനു ഉപകരിക്കുന്നു എന്ന് ചോദിച്ചാൽ എക്സ്ക്രീഷൻ, അതായത് അമീബയിലെ എക്സ്ക്രീഷൻ സാധ്യമാക്കുന്നത് ഈ കൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ്. ഇനി പ്രോട്ടിസ്റ്റിനകത്ത് എന്തുണ്ട്? ഫുഡ് വാക്യൂൾസ് ഉണ്ട്. അത് എന്തിനു സഹായിക്കുന്നു? ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുക, എന്ന് വെച്ചാൽ വിഴുങ്ങുക, അതിന് സഹായിക്കുന്നത് ഈ ഫുഡ് വാക്യൂൾ ആണ്. അപ്പോൾ പ്രോട്ടിസ്റ്റ പോലുള്ള ജീവികളിൽ എന്തുണ്ടെന്ന് പറഞ്ഞേ? ഫുഡ് വാക്യൂൾസ് ഉണ്ട്. എന്തിനു സഹായിക്കുന്നു? അവർക്ക് ഫുഡ് പാർട്ടിക്കിൾസിനെയൊക്കെ എൻഗൾഫ് ചെയ്യുക, അതായത് വിഴുങ്ങാനൊക്കെ ഉപകാരപ്രദമാകുന്നത് ഈ ഒരു ഫുഡ് വാക്യൂൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ആണ്. അമീബയിലാണെങ്കിൽ ഉള്ള കൺട്രാക്റ്റൈൽ വാക്യൂൾ എന്തിനു സഹായിക്കുന്നു? എക്സ്ക്രീഷൻ സാധ്യമാക്കുന്നു. എന്താണ്? ടോണോപ്ലാസ്റ്റ് ഉണ്ട്. ടോണോപ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്ന പറഞ്ഞത്? കൂടുതലായിട്ടുള്ള അയൺസിന്റെ മെറ്റീരിയൽസിന്റെ ഒക്കെ മൂവ്മെന്റിന് ട്രാൻസ്പോർട്ട് സാധ്യമാക്കുന്നത് ടോണോപ്ലാസ്റ്റ് ആണ്. പ്ലാന്റ് സെല്ലിൽ 90% എന്തുണ്ട്? വാക്യൂള് കാണുന്നുണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞത്? വാക്യൂൾ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സൈറ്റോപ്ലാസത്തിൽ കൂടുതലായിട്ട് കാണാം. പിന്നെ എന്താണ്? വാട്ടർ, അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ്, സാപ്പ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. പക്ഷെ അത് നമ്മുടെ സെല്ലിന് ഉപകാരമുള്ള ഒരു വസ്തുവല്ല. ഇനി വാക്യൂളിനെ ചുറ്റിയുള്ള ഒരു സിംഗിൾ മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലൈസോസോം മറന്നോ? ഇല്ലല്ലോ, അല്ലെ? എന്നൊന്ന് പറഞ്ഞേ, ലൈസോസോമിന്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. ആദ്യം തന്നെ പറയണം, ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു വെസിക്കുലർ സ്ട്രക്ചർ ആണ്. എന്താണ്? ഗോൾജി അപ്പാരറ്റസിന്റെ പാക്കേജിങ് മൂലമാണ് ഇത് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? അതിനുള്ളിൽ കുറച്ച് ലൈസോസോം വെസിക്കിൾസ് ഉണ്ട്. ഈ ലൈസോസോം വെസിക്കിൾസ് എന്ന് പറയുന്നത് ഹൈഡ്രോലിറ്റിക് എൻസൈമാൽ റിച്ച് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്? ഏതൊക്കെയാ? ലിപ്പേസ് ഉണ്ട്, പ്രോട്ടീസസ് ഉണ്ട്, അല്ലെ? ഇവരൊക്കെ എന്താണ്? അസിഡിക് pH കണ്ടീഷനിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈസോസോം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റിനെ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ് തുടങ്ങിയവയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ലൈസോസോമിന് സാധിക്കും. ഇത്ര മനസ്സിലായില്ലേ? ഇനി നോക്കിക്കേ, ഇത് ചിത്രം കാണിക്കാം. ഇതൊരു യൂക്യാരിയോട്ടിക് സെല്ലാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ ആരൊക്കെയുണ്ട്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ മെംബ്രേനിയസ് സിസ്റ്റം? ഏതൊക്കെയാണ് എൻഡോമെംബ്രേനിയസ് സിസ്റ്റത്തിൽ പറഞ്ഞത്? എൻഡോപ്ലാസ്മ റെറ്റിക്കുലം പറഞ്ഞു, പിന്നെ ഗോൾജി അപ്പാരറ്റസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ആരൊക്കെ കണ്ടേ? ലൈസോസോമും വാക്യൂളും. ഇത് കണ്ടോ? ഈ ചുമല കുഞ്ഞു വട്ടം പോലെ കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ലൈസോസോം. നോക്കിക്കേ, ലൈസോസോം. ഇനി വാക്യൂള് കണ്ടോ? ഈ നീല നിറത്തിൽ കാണുന്നതാണ്
വാക്യൂള്. പക്ഷെ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട്? ധാരാളമായിട്ട് വാക്യൂൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അമീബയിലുള്ള വാക്യൂൾ ഏതായിരുന്നു? ഏത് വാക്യൂളായിരുന്നു? കൺട്രാക്റ്റൈൽ വാക്യൂൾ. അത് എന്തിനു സഹായിക്കുന്നെന്നാ പറഞ്ഞത്? എക്സ്ക്രീഷന് സഹായിക്കുന്നെന്ന് പറഞ്ഞു. ഇനി പ്ലാന്റ് സെല്ലിലുള്ളതോ? പ്ലാന്റ് സെല്ലല്ല, ഏതിനകത്തായിരുന്നു? പ്ലാന്റ് സെല്ലിലാണോ? ഏതിനകത്താണ്? പ്രോട്ടിസ്റ്റയിലുള്ള വാക്യൂൾ. അത് എന്ത് വാക്യൂളാന്നാ പറഞ്ഞേ? ഫുഡ് വാക്യൂൾ. അത് എന്തിനു സഹായിക്കുന്നു? ഫുഡ് പാർട്ടിക്കിൾസിനെയൊക്കെ എൻഗൾഫ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പം നമ്മുടെ ഒരു കാര്യം ഓർത്തോണം, പ്ലാന്റ് സെല്ലില് വാക്യൂളിന്റെ അളവ് എങ്ങനെയാണ്? കൂടുതലാന്ന് പറഞ്ഞായിരുന്നു അല്ലെ? പിന്നെ എന്താണ്? ഗോൾജി അപ്പാരറ്റസ് നമ്മൾ കണ്ടു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടു, വാക്യൂള് കണ്ടു, പിന്നെ എന്ത് കണ്ടു? ലൈസോസോം കണ്ടു. ലൈസോസോം കണ്ടോ ഈ ചിത്രത്തില്? ഈ ചുമല നിറത്തിൽ കാണുന്നതാണ് എന്ത്? നമ്മുടെ ഈ ലൈസോസോം എന്ന് പറയുന്നത്. ലൈസോസോമിന്റെ പ്രത്യേകതകൾ ഓർക്കുന്നുണ്ടല്ലോ. ലൈസോസോം എങ്ങനെ ഫോം ചെയ്തെന്നാ പറഞ്ഞത്? ഗോൾജി അപ്പാരറ്റസിന്റെ പാക്കേജിങ് മൂലമാണ് ആര് ഫോം ചെയ്തത്? ലൈസോസോം ഫോം ചെയ്തത്. ഇതെല്ലാം നമ്മുടെ ആരിൽ കാണും? നമ്മുടെ ഒരു യൂക്യാരിയോട്ടിക് സെല്ലിൽ കാണുന്ന പാർട്സ്, എൻഡോ മെമ്പറേനിയസ് സിസ്റ്റത്തിനകത്ത് വരുന്ന ഭാഗങ്ങളാണ്. ഏത്? നമ്മുടെ ഈ പറഞ്ഞ ഈ ഭാഗങ്ങളെല്ലാം അല്ലെ? വാക്യൂളും ലൈസോസോമും ഗോൾജി അപ്പാരറ്റസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ. ലൈസോസോമും വാക്യൂളും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ. എല്ലാത്തിനെയും പ്രത്യേകതകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞ എൻഡോ മെമ്പറൈൻ സിസ്റ്റത്തിനകത്ത് വന്നവ ഏതൊക്കെയായിരുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്. ഇനി വാക്യൂളിനെ ചുറ്റിയുള്ള ആ ഒരു കവറിങ്ങിന് എന്താന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്താണ്? ടോണോപ്ലാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതെന്താണ്? ഒരു സിംഗിൾ മെമ്പറൈൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഏത്? ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലെ? ഈ ടോണോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞത്? എന്താണ്? നമ്പർ ഓഫ് അയൺസിന്റെയും മറ്റ് മെറ്റീരിയൽസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് സാധ്യമാക്കുന്നത് നമ്മുടെ ഈ ടോണോപ്ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു. വാക്യൂളിന്റെ കവറിംഗ് ആണ് കേട്ടോ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അമീബയിലും പ്രോട്ടിസ്റ്റയിലും എന്തുണ്ട്? ഇതുപോലത്തെ വാക്യൂളിന്റെ ഒരു ടൈപ്പുകളുണ്ട് അല്ലെ? അതിലുള്ളത് കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്തിനാ? എക്സ്ക്രീഷനെ സഹായിക്കുന്നു അമീബയില്. പ്രോട്ടിസ്റ്റിലാണെങ്കിൽ ഫുഡ് വാക്യൂൾ ആണ്. എന്തിനാണ്? ഫുഡ് മെറ്റീരിയൽസിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ കണ്ട എൻഡോ മെമ്പറേനിയസ് സിസ്റ്റത്തിൽ വരുന്നത് അല്ലെ? നമ്മൾ എൻഡോ മെമ്പറേനിയസ് സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നെന്നാ പറഞ്ഞത് തുടക്കത്തില്? മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ ഉണ്ടോ? ഏതൊക്കെയുണ്ട്? ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ലൈസോസോം ഉണ്ട്, വാക്യൂൾ ഉണ്ട്. പക്ഷെ ഏതൊക്കെ ഇതിനകത്ത് വരുന്നില്ലെന്നാ പറഞ്ഞത്? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവയൊന്നും എൻഡോ മെമ്പറേനിയസ് സിസ്റ്റത്തിന്റെ പാർട്ടല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി നിങ്ങൾക്ക് ചിത്രം എല്ലാം ക്ലിയർ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഇതാണ് നമ്മുടെ വാക്യൂൾ കേട്ടോ. ഈ നീല നിറത്തിൽ കാണുന്നതാണ് ഏത് വാക്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് ലൈസോസോം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്താണ് ആരൊക്കെ കാണുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നതും അതുപോലെ തന്നെ ഗോൾജി അപ്പാരറ്റസും കാണുന്നതും. എങ്ങനെയാണ്? ഇതാണ് ന്യൂക്ലിയസ് അല്ലെ? ഈ ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതുണ്ടോ? സിസ്റ്റേന പോലെ കാണപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ഈ ഗോൾജി അപ്പാരറ്റസ്. കണ്ടോ? ഇപ്പൊ നമ്മുടെ സെല്ല് അല്ലെ സെന്ററിലുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് കണ്ടോ? ഇതാണ് എന്ത്? ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കേ, ന്യൂക്ലിയസിനോട് വളരെയധികം അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചിത്രത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. എന്താണ്? റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് എന്ത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. റൈബോസോം ഇല്ലാത്തവയെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞു. ഇനി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താന്നാ പറഞ്ഞത്? പ്രോട്ടീൻ സിന്തസിസ്. കാരണം എന്താണ്? റൈബോസോം, നിങ്ങൾ റൈബോസോമിനെ എവിടെ കേട്ടാലും ആദ്യം ഓർക്കേണ്ട കാര്യം പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന അല്ലെ പ്രോട്ടീൻ സിന്തസിസ് സാധ്യമാക്കുന്ന ആരാണ്? റൈബോസോം ആണ്. അതേത് ഉറക്കത്തിൽ നിങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ. റൈബോസോം എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? റൈബോസോം ആണ്. അപ്പം ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് റൈബോസോം അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി ഗോൾജി അപ്പാരറ്റസ് നമ്മൾ പറഞ്ഞു എന്താണ്? പാക്കിംഗ് ആണ് പരിപാടി അല്ലെ? പാക്കിംഗ് എന്ന് ഓർത്തിരിക്കുക സിമ്പിൾ ആയിട്ട്. എന്താണ്? ഈ പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിനെ എങ്ങോട്ടൊക്കെ വിടുന്നുണ്ട്? ഇൻട്രസെല്ലുലാർ ആയിട്ടും ഔട്ട്സൈഡ് സെല്ലും, അകത്തേക്കും പുറത്തേക്കും. ഇത്ര ഓർത്തിരുന്നാൽ മതി. പിന്നെ എന്താണ്? വാക്യൂളും നമ്മുടെ ലൈസോസോമും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റൈബോസോമിനെ കുറിച്ചാണ്. റൈബോസോം എന്താണെന്ന് ടീച്ചർ പറഞ്ഞേ?
നമ്മൾ പറഞ്ഞു പ്രോകാരിയോട്ടിക് സെല്ലിലും യൂക്കാരിയോട്ടിക് സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ് ഏത് റൈബോസോം എന്ന് പറയുന്നത്. ഏതാണ്? നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിലും യൂക്കാരിയോട്ടിക് സെല്ലിലും കാണപ്പെടുന്ന, രണ്ടിലും ഉണ്ട് അല്ലെ, രണ്ടിലും കാണപ്പെടുന്ന ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനിലാണ് ഏത് റൈബോസോം എന്ന് പറയുന്നത്. ഇനി ഈ റൈബോസോം നമ്മുടെ പ്രോകാരിയോട്ടിലുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പ്രോകാരിയോട്സ് ഇവിടുത്തെ, അതായത് നമ്മുടെ പ്രോകാരിയോട്ടിലുള്ള റൈബോസോം ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നതാണ്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നതാണ് അല്ലെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അസോസിയേറ്റഡ് വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി സെല്ല്. ഇതിൻ്റെ ഈ റൈബോസോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 നാനോമീറ്റർ ടു 20 നാനോമീറ്റർ, 15 മുതൽ 20 നാനോമീറ്റർ സൈസാണ് ഏതിനുള്ളത്? നമ്മുടെ ഈ റൈബോസോമിന് ഉള്ളത്. നിങ്ങൾക്ക് ടീച്ചർ ഒരു ചിത്രം കാണിക്കാവേ. നമ്മുടെ ഈ സെൽ നോക്കി, ഇതിൽ ഈ കുത്തുകുത്ത് കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ബാക്ടീരിയ സെല്ലിലെ ഈ കുത്തുകുത്ത് കാണുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? റൈബോസോം എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് എത്രയാണെന്നാ പറഞ്ഞത്? 15 തൊട്ട് 20 നാനോമീറ്റർ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. 15 to 20 നാനോമീറ്റർ. ഇനി ഇതിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 50S-ഉം 30S-ഉം. ഏതൊക്കെയാണ്? 50ഉം 30ഉം കേട്ടോ. 50S-ഉം 30S-ഉം. അങ്ങനെ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇവ ചേർന്ന് എത്രയാണ്? 70S എന്ന് പറഞ്ഞ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്? നമ്മുടെ പ്രോകാരിയോട്ടിക് റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ട്, 50S-ഉം 30S-ഉം. അവ തമ്മിൽ ചേർന്ന് എത്രയാണ്? 70S കേട്ടോ. ഇതാണ് ടീച്ചർ വരച്ചാണ് ഈ റൈബോസോമിന്റെ സ്ട്രക്ചറാണ്. നമ്മൾ പറഞ്ഞു 2 സബ് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 50S-ഉം ദെൻ 30S-ഉം. ഇവ തമ്മിൽ ചേർന്നാണ് എന്ത്? 70S എന്ന് പറഞ്ഞ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രോകാരിയോട്ടിക് റൈബോസോം ആണ്. എന്താണ്? 50S-ഉം ഉണ്ട്, 30S എന്ന് പറഞ്ഞ 2 സബ് യൂണിറ്റ് ഉണ്ട്. ഇവ ചേർന്ന് എന്താണ്? 70S എന്ന് പറഞ്ഞൊരു ഫുള്ളായിട്ട് മൊത്തത്തിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ റൈബോസോം നമ്മൾ പറഞ്ഞു ചിലത് എന്താണ്? പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ റൈബോസോം mRNA ആയിട്ട് അറ്റാച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ആരുമായിട്ടാണ്? mRNA. mRNA എന്ന് പറയുമ്പോൾ ഏതാണ്? മെസ്സഞ്ചർ RNA അല്ലേ? മെസ്സഞ്ചർ RNA ആണ് mRNA എന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്ത്? നമ്മുടെ റൈബോസോമിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ നിർമ്മാണം അല്ലെ. പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാക്കുന്നത് ആരാണ്? നമ്മുടെ റൈബോസോം ആണ്. ഏത്? പ്രോകാരിയോട്ടിക് സെല്ലിലും യൂക്കാരിയോട്ടിക് സെല്ലിലും പ്രോട്ടീൻ സിന്തസിസ് സാധ്യമാക്കുന്നത് റൈബോസോം ആണ്. അപ്പോൾ പ്രോകാരിയോട്ടിക് സെല്ലിൽ നമ്മുടെ ഈ റൈബോസോം ആരുമായിട്ടാണ്? പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ mRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരുമുണ്ട്? റൈബോസോമും ഉണ്ട്. അങ്ങനെ mRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവരെന്താണ്? ഒരു ചെയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ്? ഒരു ചെയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ളതിനെ നമ്മൾ എന്ന് പറയുന്നു? പോളി റൈബോസോംസ് ഓർ പോളിസോം എന്ന് പറയുന്നു. എന്താണ്? പോളി റൈബോസോംസ് ഓർ പോളിസോം എന്ന് പറയുന്നു. പോളി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ്? കൂടുതൽ അല്ലെ, ഒന്നിൽ കൂടുതൽ അവിടെ വന്നിട്ടുണ്ട്. മിനി അല്ലെ, നീളമുണ്ട് അല്ലെ, ഒത്തിരി ഉണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ഈ റൈബോസോം mRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ രൂപത്തിൽ മാറിയിരിക്കുകയാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പോളി റൈബോസോംസ് ഓർ പോളിസോം എന്ന് പറയുന്നു. ഇത് എന്തിനു സഹായിക്കുന്നു? ട്രാൻസ്ലേറ്റ് mRNA ഇൻടു പ്രോട്ടീൻസ്. എന്താണ്? നമ്മുടെ mRNA എന്താക്കി മാറ്റുന്നു? പ്രോട്ടീൻസ് ആക്കി മാറ്റുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടീൻ്റെ സ്റ്റെപ്പ് വരുന്നത്? DNA RNA ആയിട്ട് മാറുന്നു, ദെൻ പ്രോട്ടീൻ അല്ലെ. ഇങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് റൈബോസോമിൽ നടക്കുന്നത് അല്ലെ. DNA എന്താക്കി മാറ്റുന്നു? RNA തന്നെ എത്രണ്ണം ഉണ്ട്? ഏതൊക്കെയാണ്? mRNA, tRNA, rRNA അല്ലെ. ദെൻ മെസ്സഞ്ചർ RNA ഉണ്ട്, tRNA ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? rRNA ഉണ്ട് അല്ലെ. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ്, അതായത് എന്ത് ചെയ്യുന്നു? പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം അല്ലെ, അതൊരു ചെയിൻ ആയിട്ട് അല്ലെ, അതെന്ത് ചെയ്യുന്നു? mRNA എന്താക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു? പ്രോട്ടീൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? എന്താണ്? നമ്മൾ പറഞ്ഞു സെൽ വോളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റൈബോസോമും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ mRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോമും ഉണ്ട്.
അവരെന്ത് ചെയ്യുന്നു, mRNA ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു ചെയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ നമ്മൾ പോളിറൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു, ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താക്കി മാറ്റുന്നു, ആ പ്രോകാരിയോട്ടിക് സെല്ലിന് ആവശ്യമായ പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റൈബോസോമിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. മനസ്സിലായില്ലേ? ടീച്ചർ ഇനി ഒരു ചിത്രം കാണിക്കാവേ. ഇതാണ് എന്ത്, പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതാണ് നമ്മുടെ mRNA കേട്ടോ. ഈ mRNA-യുമായിട്ട് പോയി എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഇതുണ്ടോ, mRNA ആയിട്ട് പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ mRNA ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ്, ഇവരിങ്ങനെ അറ്റാച്ച് ചെയ്ത് എങ്ങനെ എന്തായി മാറുന്നു, ഒരു ചെയിൻ ആയിട്ട് മാറുന്നു. ഇങ്ങനെ ചെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് പോളിറൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം എന്ന് പറയുന്നത്. ഇവർ എന്ത് ചെയ്യുവാണ്, ഈ mRNA-നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനാവശ്യമായ എന്താക്കി മാറ്റുന്നു, പ്രോട്ടീനാക്കി മാറ്റുന്നു. ആ പ്രോകാരിയോട്ടിക് സെല്ലിന് ആവശ്യമായ പ്രോട്ടീനാക്കി മാറ്റുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സെൽ എൻവലപ്പ് കണ്ടു, റൈബോസോം കണ്ടു. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ചില എന്താണ്, ഇൻക്ലൂഷൻ ബോഡീസ് ആണ് കേട്ടോ. നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇനി അടുത്തത് ഇൻക്ലൂഷൻ ബോഡീസിനെ കുറിച്ചാണ് കാണുന്നത് അല്ലേ. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ല് അതായത് ചില മെറ്റീരിയലിനെ അവർ റിസർവ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓരോ സെല്ലിനും അതിൻ്റെതായ അവരുടെ ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായ എനർജി അല്ലെ അതിൻ്റെതായ ആവശ്യമായ കാര്യങ്ങളൊക്കെ വേണം. അപ്പം എന്ത് ചെയ്യുന്നു, ചില മെറ്റീരിയലിനെ അവർ റിസർവ് ചെയ്യുന്നു അല്ലെ സ്റ്റോർ ചെയ്യുന്നു. എവിടെയാണ്, നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ. അത് ഏത് ഫോമിലാണ്, ഇൻക്ലൂഷൻ ബോഡീസ് എന്ന ഫോമിലാണ് ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിന് അവർക്ക് ചില ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എവിടെയാണത്, സൈറ്റോപ്ലാസത്തിലാണ് അല്ലേ. സൈറ്റോപ്ലാസത്തിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതെങ്ങനെയായിട്ടാണ്, ഏത് ഫോമിലാണ്, ഇൻക്ലൂഷൻ ബോഡീസ് എന്ന ഫോമിലായിട്ടാണ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇൻക്ലൂഷൻ ബോഡീസ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിൽ എടുത്ത് നോക്കിയാൽ അവിടെ എന്താണ്, സൈറ്റോപ്ലാസത്തിൽ അത് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്താണ് ഫ്രീ മീൻസ്, എന്താണ്, അവർ ഫ്രീ ആയിട്ടാണ് സൈറ്റോപ്ലാസത്തിൽ അവർ കാണപ്പെടുന്നത്. ചിത്രം കാണിക്കുവാണെങ്കിൽ നോക്കി, നമ്മൾ പറഞ്ഞു കുത്തുപോലെ കാണുന്ന റൈബോസോം ഉണ്ട്, ആ കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട്, നമ്മുടെ ഇൻക്ലൂഷൻ ബോഡീസും ഉണ്ട്. അവരും എങ്ങനെയാണ്, നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് അവർ നിൽക്കുവാണ്, ആരുമായിട്ട് അറ്റാച്ച് ചെയ്തൊന്നുമല്ല. എന്താണ്, അവർ ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഇൻക്ലൂഷൻ ബോഡീസ് കാണപ്പെടുന്നത്. എന്താണ്, ആ സെല്ലിന് ആവശ്യമായ മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഇൻക്ലൂഷൻ ബോഡി എന്ന ഫോമിലായിരിക്കും. അവർ ഫ്രീ ഇൻ ദി സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു. ഇനി ഈ ഇൻക്ലൂഷൻ ബോഡീസിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്, ഫോസ്ഫേറ്റ് ഗ്രാനുൾസ്, അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഇതൊക്കെ എന്താണ്, ഒരു ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഏതൊക്കെയാണ്, ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഗ്രാനുൾസും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ചില ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്, ഗ്യാസ് വാക്യൂൾ എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് വെച്ചാൽ ബ്ലൂ ഗ്രീൻ ആൻഡ് പർപ്പിൾ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയിലൊക്കെ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ആണ്. ഏതാണ്, ഗ്യാസ് വാക്യൂൾ ആയിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്, ബ്ലൂ ഗ്രീൻ ആൻഡ് പർപ്പിൾ ബാക്ടീരിയയിലും അതുപോലെ തന്നെ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയിലും എന്ത് കാണാം, ഗ്യാസ് വാക്യൂൾ കാണാം. ഇനി ഇൻക്ലൂഷൻ ബോഡീസ് എന്താണെന്നാ പറഞ്ഞേ, എന്താണ്, സൈറ്റോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇൻക്ലൂഷൻ ബോഡീസ്. അവരെന്താണ്, സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടാണ് അവർ കാണപ്പെടുന്നത്. അവരെന്ത് ചെയ്യുന്നു, ആ സെല്ലിന് ആവശ്യമായ മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇനി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏതൊക്കെ കണ്ടു, ഫോസ്ഫേറ്റ് ഗ്രാനുൾസും ഗ്ലൈക്കോജൻ ഗ്രാനുൾസും. അതുപോലെ തന്നെ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയിലും ബ്ലൂ ഗ്രീൻ ആൻഡ് പർപ്പിൾ ബാക്ടീരിയയിലും എന്തുണ്ട്, ഗ്യാസ് വാക്യൂൾ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കണ്ടത്. ഏതൊക്കെയാണ്, സെൽ എൻവലപ്പ് കണ്ടു അല്ലെ, അതിന് 3 ലെയർ ഉണ്ട്, ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, പ്ലാസ്മ മെമ്പറൈന്. പിന്നെ എന്ത് കണ്ടു, പ്ലാസ്മ മെമ്പറൈന് എന്താണ്, സെൽ വോളിലുള്ള നമ്മുടെ 3 അല്ലെ ഫ്ലജല്ല സ്ട്രക്ചർ കണ്ടു. അതുപോലെ തന്നെ പില്ലി, ഫിംബ്രിയ എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടു. ദെൻ അത് കണ്ട് നമ്മൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് കണ്ടത് റൈബോസോം അല്ലെ, റൈബോസോം കണ്ടു. പ്രോകാരിയോട്ടിക് സെല്ലിലുള്ള റൈബോസോം യൂണിറ്റുകൾ ഏതൊക്കെയാണ്, 50S 30S കണ്ടു. അത് ചേർന്ന് 70S ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് കണ്ടു, ഇൻക്ലൂഷൻ ബോഡീസ് കണ്ടു. ഇത്രയാണ് എന്താ നമ്മുടെ ഒരു പ്രോകാരിയോട്ടിക് സെല്ല്. അപ്പോൾ നമ്മളൊരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ
മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് വായിച്ച് നോക്കണം. അല്ലെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലജല്ലയുടെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഹുക്ക്, ബേസൽ ബോഡി, ഫിലമെന്റ്, അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ നമ്മുടെ ഗ്ലൈക്കോകാലിക്സിന് രണ്ടായിട്ട് അല്ലെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, സ്ലൈം ലെയറും ക്യാപ്സ്യൂളും. അതൊക്കെ ഒന്ന് എന്താണ് അടയാളപ്പെടുത്തി വെക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗൈസ്.